അടിച്ചിട്ട് സെല്ലിന് കൊള്ളണില്ല. ഇനി നമുക്ക് കല്യാണ വിശേഷങ്ങളിലേക്ക് പോകാം. രാവിലെ തന്നെ നമ്മൾ ഉടുത്തൊരുങ്ങി നേരെ ഒരു ഫോട്ടോഷൂട്ടിനാണ് പോയത്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള അടിപൊളി വീടായിരുന്നേ. പിന്നെ ബ്രൈഡ്സ് മെയ്ഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കുറേ ഫോട്ടോ എടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച കാറിലേക്ക് പോകുമ്പോഴാണ് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ കറക്റ്റ് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഭയങ്കര ഡ്രസ്സിനൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടാകും. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി അടുത്തറിയുമ്പോഴല്ലേ അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. ഇവർക്ക് ഈ ഡ്രസ്സ് ഇട്ട് അവിടെ ഇരിക്കാൻ കൂടി പറ്റുന്നില്ലേ, അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ആ ഡ്രസ്സ് ആയിട്ടുള്ള ആ കാറിലിരുന്നത്. പിന്നെ കയറിയപ്പാട് തന്നെ സ്റ്റെയർ കയറി പോകുമ്പോഴാണ് ഞാൻ ആ ഡ്രസ്സൊന്ന് പിടിച്ചത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് അവളവിടെ സെറ്റാക്കി ഇരുത്തിയതിനു ശേഷം ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കഴിക്കാൻ പോയി. ഗ്രേപ്പ്, മാംഗോ, വാട്ടർമെലൺ. ഇതിൽ ഗ്രേപ്പ് ഒഴികെ ബാക്കി 2 ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ടൈമൊക്കെ ആയപ്പോൾ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റ് ആയതിനു ശേഷമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നേ. ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് പോരാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിൻ്റെ കൂടെ ബാഗൊക്കെ സ്റ്റക്കായി 1 hour ലേറ്റ് ഒക്കെ വന്നു. തിരിച്ച് KSRTC പോകുന്നത്. അതുകൊണ്ട് സീറ്റൊക്കെ ഉണ്ടായിട്ട് വലിയ ബുദ്ധിമുട്ട്. 3 hourനുള്ളിൽ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.